ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലപ്പോൾ പഠിച്ചത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറെ കുറിച്ചായിരുന്നു. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്നും ഡിവിഷണൽ സ്ട്രക്ചർ എന്നും. ഓക്കെ, ഇനി എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് നമ്മൾ നോക്കി. അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടിയുണ്ട്. ഏതൊക്കെ സ്ഥലത്താണ് നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുന്നത്, അനുയോജ്യമാവുന്നത് എവിടെയൊക്കെയാണ്, എത്തരത്തിലുള്ള ഓർഗനൈസേഷനിലാണ് ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത്, വെൻ ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ലാർജ്. നമ്മുടെ കമ്പനിയുടെ സൈസ് ലാർജ് ആണെങ്കിൽ അവിടെ എന്ത് അത്യാവശ്യമാണ്, സ്യൂട്ടബിൾ ആണ്, നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആണ്. രണ്ടാമത് പറയുന്നത് എന്താണ്, വേർ ദർ ആർ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ എവിടെയാണോ ഒരുപാട് പ്രവർത്തനങ്ങളുള്ളത്, വൈവിധ്യമാർന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് എന്ത് സ്യൂട്ടബിളാണ്, ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിളാണ്. മൂന്നാമത് പറയുന്നത് എന്താണ്, വേർ എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഈസ് റിക്വയർഡ്. എവിടെയാണോ സ്പെഷ്യലൈസേഷൻ അത്യാവശ്യമുള്ളത്, റിക്വയർഡ് ആയിട്ടുള്ളത്, അവിടെയും നമ്മുടെ എന്താ അത്യാവശ്യമാണ്, ഏത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിളാണ്. ഓക്കെ, എവിടെയൊക്കെയാണ് അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആയിരിക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ ലാർജ് ആവുമ്പോൾ അവിടെ സ്യൂട്ടബിൾ ആണ്. ദെൻ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് നടക്കുന്നിടത്ത്, പിന്നെ എന്താണ്, സ്പെഷ്യലൈസേഷൻ റിക്വയർഡ് ആയിടത്ത്, ഇവിടെയൊക്കെ നമുക്ക് എന്താ അത്യാവശ്യമാണ്, ഫങ്ഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. സെക്കൻഡ് വൺ, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ? എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് നോക്കാം. It is suitable for large organization having different products or having business in different areas. ഇതും എന്താണ്, സ്യൂട്ടബിൾ ആയിരിക്കുന്നത് എവിടെയാണ്, ലാർജ് ഓർഗനൈസേഷനിലാണ്. ഹാവിങ്, എങ്ങനെയാണ് ഹാവിങ്, എന്താണ്, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഓർ ഹാവിങ് ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയസ്, അതെങ്ങനെയുള്ളതാണ്, വ്യത്യസ്ത ഏരിയാസിൽ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്, ഡിവിഷണൽ സ്ട്രക്ചർ വരുന്നത്. നമ്മുടെ കൃത്യമായിട്ട് ഡിവിഷണൽ സ്ട്രക്ചറിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് എൻ ഓർഗനൈസേഷൻ ഡിസൈൻ ആണ്. ഇതൊരു ഓർഗനൈസേഷൻ ഡിസൈൻ ആണ്. വേറിൻ ദർ ആർ സെപ്പറേറ്റ് ഡിവിഷൻസ് ഫോർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. അതായത് ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിവിഷൻസ് കൊടുക്കുകയാണ്. പലതരത്തിലുള്ള പ്രോഡക്റ്റിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഓരോരോ ഡിവിഷൻ, സെപ്പറേറ്റ് ഡിവിഷൻസ് കൊടുക്കുകയാണ്. ഈച്ച് ഡിവിഷൻ ഹാവിങ് ഫങ്ഷൻസ്, എല്ലാ ഡിവിഷൻസിലും എന്തുണ്ടായിരിക്കും, ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവാം, മാർക്കറ്റിംഗ് ഉണ്ടാവാം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബജാജ് തന്നെ എടുക്കാം. ബജാജിൻ്റെ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. ബജാജ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ബജാജ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് പ്രോഡക്ട്സ് ഒരുപാട് ഡിവിഷൻസിലാണ് നമ്മൾ ഡിവിഷൻസിലായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ ബജാജിൻ്റെ ഇൻഷുറൻസ് ആയാലും ബജാജിൻ്റെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയാലും അതിലൊക്കെ എന്തുണ്ട്, നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇവിടെയൊക്കെ എന്തുണ്ടാവും, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാതും ഉണ്ടാവും. അതാണ് പറയുന്നത്, ഒരു ജനറൽ മാനേജറിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ ഒരുപാട് ഡിവിഷൻസിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് എൻ ഓർഗനൈസേഷൻ ഡിസൈൻ വേറിൻ ദർ ആർ സെപ്പറേറ്റ് ഡിവിഷൻസ്. സെപ്പറേറ്റ് ഡിവിഷൻസ് കൊടുക്കുകയാണ്. എന്തിനാണ് സെപ്പറേറ്റ് ഡിവിഷൻസ് കൊടുക്കുന്നത്, ഫോർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന്. ഈച്ച് ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന് ഡിഫറെൻറ്റ് ഡിവിഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഈച്ച് ഡിവിഷൻസിൽ, ഈ പറയുന്ന എല്ലാ ഡിവിഷൻസിലും എന്തുണ്ടായിരിക്കും, നമ്മുടെ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, പിന്നെന്താണ്, ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും. ഇവിടെയൊക്കെ എന്തുണ്ടാവും, എല്ലാ ഡിവിഷൻസിലും ഇത്തരത്തിലുള്ള ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്, ഒരു വ്യത്യാസം എന്താണ്, ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു വ്യത്യാസം എന്താണ്, ഇവിടെ പലതരത്തിലുള്ള പ്രോഡക്റ്റിനെ പലതരത്തിലുള്ള ഡിവിഷൻസ്, സെപ്പറേറ്റ് ഡിവിഷൻസ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയ? ഒന്നുകൂടെ പറയാം, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഡിസൈനാണ്. വേറിൻ ദർ ആർ സെപ്പറേറ്റ് ഡിവിഷൻസ് കൊടുക്കുകയാണ്. എന്തിനാണ് സെപ്പറേറ്റ് ഡിവിഷൻസ് കൊടുക്കുന്നത്, ഫോർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന് സെപ്പറേറ്റ് ഡിവിഷൻസ് കൊടുക്കുന്നു. ഈച്ച് ഡിവിഷൻസ്, ഓരോ ഡിവിഷൻസിലും എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവും, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഓക്കെ, നോക്കിയേ, ഒന്നും കൂടി നോക്കി, ഒന്ന് ഡയഗ്രാമത്തിൽ മാനേജിങ് ഡയറക്ടറും താഴെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, സിമെൻ്റ് ഉണ്ട്, ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്, ഒരാൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ആൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയുടെ ഓണറാണെന്ന് വിചാരിക്കും, അയാൾക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, സിമെൻറ്റിൻ്റെ കമ്പനി ഉണ്ട്, ഫുഡ് പ്രോഡക്ട്സിൻ്റെ കമ്പനി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാ ഇതിലും എന്തുണ്ട്, എല്ലാ ഡിവിഷൻസിലും എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവും? പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഫിനാൻസ് നടക്കുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസിൽ നടക്കില്ലേ, പ്രൊഡക്ഷൻ ഉണ്ടാവും, അവിടെ എന്താണ്, ഫിനാൻസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. സിമെൻറ്റിലില്ലേ, പ്രൊഡക്ഷൻ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. ഫുഡ് പ്രോഡക്ട്സിൽ ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? അതായത് സെപ്പറേറ്റ് പ്രോഡക്ട്സ് ആണ് അയാൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഡിവിഷൻസ് ആക്കി, ടെക്സ്റ്റൈൽസ് ആക്കി, സിമെൻറ്റ്, ഫുഡ് പ്രോഡക്ട്സ്, സെപ്പറേറ്റ് പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. ഇതിന് ഈ 3 പ്രോഡക്ട്സിലും 3 ഡിപ്പാർട്ട്മെൻറ്റ്സിലും എന്താണ് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഫിനാൻസ് നടക്കുന്നുണ്ട്, സെയിൽസ്. ഇത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. എന്താണ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ്? സ്കിൽ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? സ്കില്ല് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് സ്കിൽസ് ഓഫ് ദ ഡിവിഷണൽ ഹെഡ് വിച്ച് മേക്സ് ഹിം സ്യൂട്ടബിൾ ഫോർ ഹയർ പൊസിഷൻസ്. അതായത് ഡിവിഷണൽ ഹെഡ്സിൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് എന്ത് സഹായകമാവുകയാണ്? പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ സഹായകമാവുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? വിച്ച് മേക്സ് ഹിം സ്യൂട്ടബിൾ ഫോർ ഹയർ പൊസിഷൻസ്. അയാൾക്ക് എന്താണ്, ഹയർ പൊസിഷൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് അയാളുടെ കഴിവുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് അവിടെ എന്തെന്ന് വന്നത്? സ്കിൽ ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്? പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ കൊണ്ടാണ്. ഓരോ പ്രോഡക്റ്റിൽ സ്പെഷ്യലൈസ് ആവുകയാണ് അവർ. ഓക്കെ, ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് സ്കിൽസ്. ഇതുവഴി നമ്മൾ ഒരുപാട് കഴിവുകൾ എന്താണ്, സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ് ഡിവിഷണൽ ഹെഡിൻ്റെ. സോ വിച്ച് മേക്സ് ഹിം സ്യൂട്ടബിൾ ഫോർ ഹയർ പൊസിഷൻസ്. അയാൾക്ക് എന്താണ്, സ്യൂട്ടബിൾ ആവുകയാണ് അയാൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിക്കലാണ്. ഡിവിഷണൽ ഹെഡ് ക്യാൻ ബി മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ പ്രോഫിറ്റ് ഫ്രം ഹിസ് പ്രോഡക്റ്റ് ഓർ ഏരിയ. അതായത് എന്താണ് പറയുന്നത്? ഡിവിഷണൽ ഹെഡിന് എന്താണ്, ക്യാൻ ബി മെയ്ഡ് റെസ്പോൺസിബിൾ ആണ്, അയാൾ ഉത്തരവാദിയാണ്. എന്തിനാണ്? ഫോർ പ്രോഫിറ്റ് ഫ്രം ഹിസ് പ്രോഡക്റ്റ് ഓർ ഏരിയ. അയാളുടെ ഏരിയയിൽ അല്ലെങ്കിൽ അയാളുടെ പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ഏരിയയിൽ എന്താണ് ഉത്തരവാദിത്തം കൂടുകയാണ് അയാൾക്ക്. എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഈ ഏരിയയിൽ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിന് എത്രയും പ്രോഫിറ്റ് ഈ വർഷം ഉണ്ടാവണം. അത് അയാളുടെ ഒരു എന്താണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അത് അയാൾക്ക് നിശ്ചയിക്കാനായിട്ട് കഴിയുന്നു. അതാണ് ഫിക്സേഷൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്വിക്ക് ഡിസിഷൻസ്. പെട്ടെന്ന് എന്താണ്, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വേഗത. ഈച്ച് ഡിവിഷൻ ഫങ്ഷൻസ് ആസ് എൻ ഓട്ടോണമസ് ബോഡി, ദെർഫോർ ക്വിക്ക് ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൺ. അതായത് ഒരു ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയ ഘടകമായിട്ടാണ്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് അവർ. ഓരോ സെക്ഷനല്ലേ, ഓരോ ഡിവിഷൻസ് ആണ്. സോ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, ഓട്ടോണമസ് ബോഡിയാണ്. ദെർഫോർ ക്വിക്ക് ഡിസിഷൻ ക്യാൻ ബി. അവർക്ക് എപ്പോഴൊക്കെയാണോ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അപ്പോഴൊക്കെ അവർക്ക് എന്താണ്, ഈച്ച് ഡിവിഷൻസിലെ ഫങ്ഷൻസും പെട്ടെന്നായിട്ട് അവർക്ക് എന്തെടുക്കേണ്ടി വരികയാണ്, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ക്വിക്ക് ഡിസിഷൻസ് എന്ന് പറയാം. അവരെ എങ്ങനെയാണ് ഓട്ടോണമസ് ബോഡി. സോ അവരെന്താണ്, ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ക്വിക്ക് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അതായത് വികസനത്തിനും വളർച്ചയ്ക്കും സൗകര്യമൊരുക്കുകയാണ് എക്സ്പാൻഷനും ഗ്രോത്ത്. ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് ടു ദ എക്സിസ്റ്റിംഗ് വൺസ്. അതായത് പുതിയ ഡിവിഷൻസ് അവരെന്താണ്, ആഡ് ചെയ്യാണ് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്. മറ്റൊരു ഡിവിഷൻസിനെ എന്താണ്, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിന് ഒന്നിനും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ എന്താണ്, ന്യൂ ഡിവിഷൻസ്, പുതിയ ബ്രാഞ്ചസ് ഒക്കെ അവർ തുടങ്ങുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ് സാധിക്കുന്നു, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? കോൺഫ്ലിക്ട്സ് എമംഗ് ഡിവിഷൻസ്. ഓരോ ഡിവിഷൻസ് തമ്മിലും എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? സംഘർഷം ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് ഓഫ് വേരിയസ് ഡിവിഷൻസ് ഈസ് എ പ്രോബ്ലം.
അതായത് ഓരോ ഡിവിഷനുകൾക്കും നമുക്ക് ഫണ്ട് അനുവദിക്കുകയാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഓരോ ഡിവിഷൻസിന് ചിലപ്പോൾ പല പല പ്രോഡക്റ്റിൻ്റെ തന്നെ പല പല ഡിവിഷൻസിൽ കൊടുക്കുമ്പോൾ ഫണ്ടിനായിട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഒരു ആ ഡിവിഷനുകൾ തമ്മിൽ എന്താണ് ചിലപ്പോൾ ചില ഡിവിഷൻസിൽ ഫണ്ട് കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഇത്തിരി കൂടിയേക്കാം. അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഒരു കോൺഫ്ലിക്ട്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് കോൺഫ്ലിക്ട്സ് എമംഗ് ആരൊക്കെ തമ്മിലാണ്? ഡിവിഷൻസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. എന്തിൻ്റെ ബേസിലാണ്? അത് ഫണ്ടുകൾ തമ്മിലാണ്. ഏതിൻ്റെ ബേസിലാണ് തർക്കം വരുന്നത്? അലോക്കേഷൻ ഓഫ് ഫണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻക്രീസ്ഡ് കോസ്റ്റ് കൂടുന്ന പറയുന്നത്, വർദ്ധിച്ച ചെലവാണെന്ന് പറയുന്നത്. ഈച്ച് ഡിവിഷൻ ഈസ് ഹാവിങ് സിമിലർ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസിലും എന്താണ് സിമിലർ, എല്ലാ ഡിവിഷൻസിലും സിമിലർ ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എക്സാമ്പിളായിട്ട് എല്ലാ ഇപ്പോൾ സിമെൻ്റ് ആയാലും ഇപ്പം നമ്മൾ നോക്കിയ സിമെൻ്റ് ആയാലും ടെക്സ്റ്റൈൽസ് ഫുഡ് പ്രോഡക്ട്സ് അവിടെ ഒക്കെ എന്ത് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ദിസ് ലീഡ്സ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ എന്താണ് വ്യത്യസ്ത ഗണത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഈസ് ഹാംഫുൾ എന്ന് പറയുന്നത്. അതായത് സ്വതന്ത്രമായിട്ടുള്ള അവർക്ക് അധികാരമാണ്, സ്വതന്ത്രമായിട്ടാണ് അവർ ഓരോ ഡിവിഷൻസും പ്രവർത്തിക്കുന്നത്. അത് ദോഷകരമാണ്, ഹാംഫുള്ളാണെന്നാണ് പറയുന്നത്. ദ ഡിവിഷണൽ മാനേജർ ഈസ് ഇൻഡിപെൻഡൻ്റ്. അയാൾ എന്താണെന്നാണ് പറയുക? ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദാറ്റ് ദേ ക്യാൻ ഡു ആസ് ഹി ലൈക്സ്. അയാൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എന്ത് ചെയ്യാം? അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാം. അതെപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും ശരിയാവണമെന്നില്ല. ചില സമയത്തൊക്കെ അത് എന്തായിട്ടും വരാം? ദോഷകരമായിട്ടും വരാം. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഈസ് ഹാംഫുള്ളാണ്. എന്നാൽ സ്വതന്ത്രമായിട്ടുള്ള അധികാരം എപ്പോഴും എന്താണ്? ഒരു ഹാംഫുള്ളാണ്, ഒരു ദോഷകരമാണ്. അത്രയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. കോൺഫ്ലിക്ട്സ് എമംഗ് ഡിവിഷൻസ്, ഇൻക്രീസ്ഡ് കോസ്റ്റ് ബിക്കോസ് ഡ്യൂപ്ലിക്കേഷൻ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻക്രീസ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ്. അതുതന്നെ ഈച്ച് ഡിവിഷനിൽ ഓരോ എന്താണ് അവർക്ക് ഓരോ മാനേജറാണ്. അവർക്ക് അവർ വാട്ട് ഹി ലൈക്സ്, അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അതെപ്പോഴും നല്ലതായിരിക്കണം എന്നില്ല. സോ അത് ഹാംഫുൾ ആണെന്നാണ് പറയുന്നത്. കോൺഫ്ലിക്ട്സ് എമംഗ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഡിവിഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ്സ് വൈ എന്താണ് കോൺഫ്ലിക്ട്സ് എമംഗ് ആക്ടിവിറ്റീസ്, ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചറും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്യൂട്ടബിലിറ്റി ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഏതൊക്കെ ഇവിടെയാണ് നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിളായിട്ട് വരുന്നത്? എത്തരത്തിലുള്ള ഓർഗനൈസേഷനിലാണ് നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുന്നത്, അനുയോജ്യമാവുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ടു വെറി ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ്. ഒരുപാട് വെറൈറ്റി പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത്, പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമുക്ക് എന്ത് അത്യാവശ്യമായിട്ട് വരുന്നത്? ഇപ്പോൾ ഒരാൾ തന്നെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ബജാജിൻ്റെ, റിലയൻസിൻ്റെ തന്നെ എടുത്ത് നോക്കിയേ. അവരുടെ എന്തൊക്കെ റിലയൻസിൻ്റെ നമ്മുടെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അതേപോലെ തന്നെ പെട്രോളിയം ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, മൊബൈലുണ്ട്. ഇതൊക്കെ അപ്പം അത്തരത്തിലുള്ള വലിയ ഒരു കമ്പനി തന്നെ പലതരത്തിലുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുന്നത്? ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നുണ്ട് വേറെ ഓർഗനൈസേഷൻ വർക്ക്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ കൺട്രിയിൽ തന്നെ വേരിയസ് പാർട്സിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് എന്ത് സ്യൂട്ടബിൾ ആണ്? ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആണ്. വേറെ ഓർഗനൈസേഷൻ വർക്ക്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഓക്കെ, ദ നെക്സ്റ്റ് എന്താണ്? വേറെ ഓർഗനൈസേഷൻ ഗ്രോസ് ആൻഡ് റിക്വയർസ് മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വളർച്ച, കമ്പനിയുടെ എക്സ്പാൻഷനും ഗ്രോത്തിനനുസരിച്ച് എന്താണ് റിക്വയർസ് മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവശ്യമുള്ളിടത്തും എന്ത് അത്യാവശ്യമാണ്? നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചർ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിളായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് വേറെ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ്, വേറെ ഓർഗനൈസേഷൻ വർക്ക്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ കൺട്രിയുടെ പല ഭാഗത്തും വേരിയസ് പാർട്സ് ഓഫ് ദ ഭാഗത്തും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്യൂട്ടബിൾ ആണ് ഡിവിഷണൽ സ്ട്രക്ചർ. ദെൻ വേറെ ഓർഗനൈസേഷൻ ഗ്രോസ് ആൻഡ് റിക്വയർസ് മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവശ്യമുള്ള ഗ്രോസ് വളർച്ചയ്ക്ക് അനുസരിച്ച് അപ്പോഴും എന്താണ് സ്ഥാപനം വലുതാവുകയാണ്. കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളും ജോലിക്കാരൊക്കെ ആവശ്യമായി വരികയും ചെയ്യുമ്പോഴും നമ്മുടെ എന്ത് അത്യാവശ്യമാണ്? ഈ ഡിവിഷണൽ സ്ട്രക്ചർ സ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഒരു കമ്പാരിസൺ സ്റ്റഡി ഉണ്ട്. ഇതിൻ്റെ നമ്മളിപ്പോൾ പഠിച്ച ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ളൊരു കമ്പാരിസൺ സ്റ്റഡി ഉണ്ട് ഇവിടെ.
ഫസ്റ്റ് വൺ പറയുന്നത് അതിൻ്റെ ഫോർമേഷനാണ്. എങ്ങനെയാണ് അതിൻ്റെ രൂപീകരണം? ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, അതായത് അതിൻ്റെ ഫങ്ഷൻസിന് അവരുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചറിൽ വരുന്നത്. ഡിവിഷണൽ സ്ട്രക്ചറിൽ എന്തിനാണ്? ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ലൈൻസ്, അതായത് പ്രോഡക്റ്റ് ലൈനിന് പോകുന്നതിനനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത് അതിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഫങ്ഷനിൽ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ്, ഡിവിഷനിൽ ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് ലൈൻ അനുസരിച്ച് എത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത് ആ രീതിക്ക് അനുസരിച്ചാണ് അവിടെ അതിൻ്റെ ഒരു ഫോർമേഷൻ, ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണെന്നാണ്, വൈദ്യവൽക്കരണം എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫങ്ഷണൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആണ്, ഡിവിഷണൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ പ്രോഡക്ട്സ് ആണ്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എങ്ങനെയാണ്? ഡിഫിക്കൽട്ട് ടു ഫിക്സ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ചുമത്താനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ ഫിക്സേഷൻ ഉത്തരവാദിത്തം കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ. പക്ഷേ ഡിവിഷണൽ ഓർഗനൈസേഷനിൽ എങ്ങനെ ഈസി ടു ഫിക്സ് ഓൺ എ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇതിലെന്താണ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഫങ്ഷനിൽ ഡിവിഷനിൽ സിമ്പിളാണ്, ഈസിയാണ്. മാനേജീരിയൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നാണ്, ഡിഫിക്കൽട്ടാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ മാനേജീരിയൽ ഡെവലപ്മെൻറ്റ് വളരെയധികം ഡിഫിക്കൽട്ടാണ്, ഡിവിഷണൽ സ്ട്രക്ചർ ഈസിയാണ്. ദെൻ കോസ്റ്റ് എങ്ങനെയാണ്? കോസ്റ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇക്കണോമിക്കലാണ്, വളരെ ചിലവ് കുറഞ്ഞതാണ്. പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചർ ഇപ്പം നമ്മൾ പഠിച്ചു ഡിസഡ്വാൻറ്റേജ് ഇൻക്രീസ്ഡ് കോസ്റ്റാണ്, കോസ്റ്റ് കൂടുതലാണ്. ഇപ്പം തന്നെ നമ്മൾ ഡിസഡ്വാൻറ്റേജസിൽ പഠിച്ചതാണ്, കോസ്റ്റ് കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എങ്ങനെയാണ്? കോർഡിനേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഏകോപനം? അതായത് ഡിഫിക്കൽട്ടിന് മൾട്ടി പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ, അതായത് ഉൽപ്പന്ന കമ്പനികൾക്ക് ഒരുപാട് മൾട്ടി പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈസേഷനിൽ ഈ പറഞ്ഞ പോലെ കോർഡിനേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ, ഫങ്ഷണൽ സ്ട്രക്ചറിൽ. പക്ഷേ ഈസി ഫോർ മൾട്ടി പ്രോഡക്റ്റ്, കാരണം അവർ അതിൽ തന്നെയാണ്, അതിൻ്റെ ബേസിലാണ് അവർ ഡിവിഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് തന്നെ. സോ ഈസി ഫോർ മൾട്ടി പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ ഈസിയാണ് ഡിവിഷണൽ സ്ട്രക്ചറിൽ. പക്ഷേ മൾട്ടി പ്രോഡക്ട്സ് ഓർഗനൈസേഷൻ ബുദ്ധിമുട്ടാണ് ഏതിൽ? ഫങ്ഷണൽ സ്ട്രക്ചറിൽ. ഇത്രയാണ് നമ്മുടെ ഒരു കമ്പാരിസൺ സ്റ്റഡി വരുന്നത്. ഒന്നുകൂടെ പറയാം, ഫോർമേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻസിൻ്റെ ആണ്, മറ്റേത് ഡിവിഷനിൽ ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ലൈൻസ് ആണ്. സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് തന്നെയാണ്, ബേസ്ഡ് ഓൺ പ്രോഡക്ട്സ് തന്നെയാണ് ഡിവിഷനിലും. റെസ്പോൺസിബിലിറ്റി ഡിഫിക്കൽട്ടാണ്, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിലും ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈസി ടു ഫിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിവിഷണൽ സ്ട്രക്ചർ. മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ഡിഫിക്കൽട്ടാണ് ഫങ്ഷനിൽ, പക്ഷേ മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ഈസിയാണ് ഡിവിഷണലിൽ. കോസ്റ്റ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഇക്കണോമിക്കലാണ്, ഡിവിഷണൽ സ്ട്രക്ചർ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ആണ്. കോർഡിനേഷൻ അതിൻ്റെ ഏകോപിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചറിൽ മൾട്ടി പ്രോഡക്ട്സ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അതൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഡിവിഷൻ ഓർഗനൈസേഷനിൽ ഈസി ഫോർ മൾട്ടി പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ടോപ്പിക്ക് കഴിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ രണ്ടായിട്ട് തരംതിരിച്ചു, ഫങ്ഷണൽ സ്ട്രക്ചർ എന്നും ഡിവിഷണൽ സ്ട്രക്ചർ എന്നും. ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്യൂട്ടബിലിറ്റി, ഇത്രയാണ് അതിൽ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഡിവിഷണൽ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്യൂട്ടബിലിറ്റി. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.